അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ഇ ശ്രീധരൻ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ 9:30 മണിക്ക് മലപ്പുറം പൊന്നാനിയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. DPR ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ 13 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ഇ ശ്രീധരൻ ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത്. DPRന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനൊപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ യോഗങ്ങളും നടത്തുമെന്നറിയുന്നു. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ചേരുകയാണ്. പറയൂ ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തായാലും ഈ ശ്രീധരന്റെ പൊന്നാനിയിലെ ഓഫീസിന് മുമ്പിലാണുള്ളത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പൊന്നാനി ഓഫീസ് എന്ന പേരിൽ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ശ്രീധരന്റെ വീടിന് ചേർന്നിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റെയിൽവേ ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇല്ലാത്തത് ഒരു ആശങ്കയോ ആശയക്കുഴപ്പമോ ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു. കാരണം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് തനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നു. ഈ ബജറ്റിൽ പ്രഖ്യാപനം ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളോ ആരോപണങ്ങളോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഫെബ്രുവരി 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ടേക്ക് പോകുമെന്നൊക്കെ അദ്ദേഹം അറിയിച്ചിരുന്നു. 9:30-ക്കാണ് ഇതിന്റെ ഉദ്ഘാടനം. ഇതുമായി ബന്ധപ്പെട്ട് 12ഓളം ജീവനക്കാരെ റെയിൽവേയിൽ നിന്ന് ഉൾപ്പെടെ വിരമിച്ച ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ഇന്നലെ അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഓഫീസ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക. കേന്ദ്ര റെയിൽവേ മന്ത്രി വിദേശത്താണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയതിനു ശേഷം DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡർ പുറത്തിറങ്ങും. അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കാതെ തന്നെ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടേക്ക് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇന്നലെ ഈ ശ്രീധരൻ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ DMRCയെ ഈ അതിവേഗ റെയിൽവേ പദ്ധതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കാൻ വേണ്ടി സമീപിക്കുമെന്നും DMRC മുഖാന്തരം താൻ ആ നടപടികളുമായി മുന്നോട്ടേക്ക് പോകുമെന്നും തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം 12ഓളം ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നു. 2 നിലകളിലുള്ള വീടായിരിക്കും ഓഫീസായി പ്രവർത്തിക്കുക. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ഓഫീസ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 9:00-ഓടുകൂടി ഈ ശ്രീധരന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ നിലവിളക്ക് കൊളുത്തി വളരെ ചെറിയൊരു ലളിതമായ ചടങ്ങോട് കൂടിയിട്ടായിരിക്കും ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുക. നമ്മൾ ഇതിനകം കണ്ടിരുന്നു. പക്ഷേ ഈ ശ്രീധരൻ അദ്ദേഹം വരാതെ ഇതിനകത്തേക്ക് പ്രവേശിക്കരുത് എന്നൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കാണിക്കാത്തത്. 2 നിലകളുള്ള വീട്, ഈ ശ്രീധരന്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയുള്ള വീട്. ഈ പറഞ്ഞതുപോലെയുള്ള ബജറ്റിൽ 7 ഇടനാഴികൾ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെ അല്ലെങ്കിൽ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 7 ഇടനാഴികൾ പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി ഇല്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഇതിനെന്തെങ്കിലും അനിശ്ചിതത്വമോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തെ പിന്നോട്ടടിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ അപ്പാടെ ഇല്ലാതാവുകയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ തന്നെ കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നു. 9:30-ക്ക് ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. ഫെബ്രുവരി 15-ഓടുകൂടി തന്നെ ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്കകൾ അകറ്റാൻ വേണ്ടി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങാൻ ഈ ശ്രീധരൻ തീരുമാനിച്ചിരിക്കുന്നു. ചില യോഗങ്ങളൊക്കെ നടത്തുമെന്നും ആ യോഗങ്ങളിൽ താൻ നേരിട്ട് പങ്കെടുക്കുമെന്നും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിന് വേണ്ടി 13.1 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 430 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.